നമുക്കൊരു നോമ്പ് തുറയുണ്ടേ. കഴിഞ്ഞ 1-2 വർഷമായി നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു ദിവസം നോമ്പെടുക്കാറുണ്ട്. ഇത്തവണ ഞാൻ ചെറുതായി ഒന്ന് ഗർഭിണിയാവുകൊണ്ട് നോമ്പെടുക്കുന്നില്ല. എന്നാലും നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടി നല്ല കുറച്ച് മലബാർ സ്നാക്സ് ഉണ്ടാക്കിയാലോ? കായ്പോളയിൽ തുടങ്ങാം. പഴം നല്ല കുഞ്ഞു കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നെയ്യിൽ നമുക്ക് പഞ്ചസാരയും ചേർത്ത് വയറ്റിയെടുക്കാം. ഒരു കായ്പോള ഉണ്ടാക്കുന്ന ക്ലാസ് ഒന്നും ഞാനിവിടെ എടുക്കണ്ടല്ലോ. നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നേ. 2-3 തവണ പാളിപ്പോയായിരുന്നു. ഇത്തവണയെങ്കിലും ശരിയാവോ നോക്കാം. ഒന്നിരുന്ന് സെറ്റ് ആവട്ടെ. ഇനി കുടിക്കാൻ ഒരു മൊഹബത്ത് കാ സർബത്തായാലോ? നല്ല തണുത്ത പാലും തണ്ണിമത്തനും കസ്കസും ഒക്കെ വെച്ച് ആ മൊഹബത്തൊക്കെ ഇങ്ങോട്ട് പോരട്ടേന്ന്. ഒരു 3-4 ചട്ടിമാറ്റലിന് ശേഷം കായ്പോള റെഡി. ഇങ്ങനെയൊന്ന് കിട്ടാൻ ഇതൊരു പണിയായിരുന്നേ. ഇനി നമ്മൾ മാസ്റ്റർ ചെയ്ത ഐറ്റം ഇലയട. ഇല നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കി മാവ് പരത്തി തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടി ഇട്ട് വയറ്റിയ മിക്സ് വെച്ച് എൻഡ് സീൽ ചെയ്ത് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ ഇലയട റെഡി. അട റെഡിയാവുമ്പോക്ക് ഞാനും ഒന്ന് റെഡിയാവാം. ഇത് ഞാൻ എന്റെ വളാഞ്ചേരിന്ന് വാങ്ങിയ സൽവാറാണേ. പൊളിയല്ലേ? കുറച്ച് ലേറ്റ് ആയെങ്കിലും നോമ്പ് തുറന്നപ്പോക്ക് നമ്മളിത് എവിടെ എത്തി. അങ്ങനെ ടേബിൾ റെഡി. ഇതാണ് നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ. കസ്റ്റാർഡ്, ഈത്തപ്പഴം, കായ്പോള, ഇലയട, കട്ട്ലറ്റ്, സമോസ, ബ്രെഡ് പോക്കറ്റ്സ്, ഉന്നക്കായ. അപ്പൊ എങ്ങനെയാ, ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് വെച്ച് തുടങ്ങാല്ലേ? ഗ്ലാസ് അങ്ങോട്ട് താഴെ വെച്ചതും 5 മിനിറ്റിൽ ടേബിള് കാലിയായി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാം. കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടി കുറച്ചു നേരത്തെ എന്റർടൈൻമെന്റിന് ശേഷം മെയിൻ ഐറ്റം അൻഷിഫയുടെയും ഷെറീറിന്റെയും സ്പെഷ്യൽ കോഴിക്കോടൻ ബിരിയാണിയും നല്ല കോഴി പൊരിച്ചതും. ഓഫ്, ബിരിയാണി ഉണ്ടാക്കുന്നിടത്ത് മാത്രല്ല വിളമ്പുന്നിടത്തുണ്ട് കാര്യം. ഒരു 2-3 പീസും കുറച്ച് മസാലയും റൈസും ഒക്കെ ഇട്ട് ഒരു രീതി ഉണ്ട് അതിന്. ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലെങ്കിലും ഭക്ഷണത്തിന്റെ രുചിയൊന്ന് കൂടും. അങ്ങനെ ബിരിയാണി കാലിയാക്കി ചെമ്പും കഴുകി വെച്ച് ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നാളെ വർക്കിംഗ് ഡേ അല്ലേ? പിള്ളേർക്കൊക്കെ ഡേ കെയറും സ്കൂളും ബാക്കി എല്ലാവർക്കും ജോലിയുണ്ട്. കുടുംബത്തെത്താൻ പെട്ടെന്ന്.